ഹലോ ഗായ്സ്, ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇത് നമ്മളെല്ലാവരും കൂടെ എറണാകുളം വരെ ഒരു ഫംഗ്ഷന് വേണ്ടി പോയതായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചത് കുറച്ച് ഗാലറി കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചാനൽ തുടങ്ങിയപ്പോൾ ഇതും കൂടെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം. തലേദിവസം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തി. ഫോട്ടോ വെച്ച് ചെന്നിട്ട് കഴിക്കാൻ നമ്മൾ വീട്ടിൽ നിന്നേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി അവിടെ എവിടെയെങ്കിലും സ്ഥലം തപ്പി നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ അടുത്തിരുന്നവർക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ അങ്ങ് ഇരുന്ന് കഴിക്കാൻ ഒക്കത്തില്ല. പിന്നെ നമ്മൾ അവിടെ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ തന്നെ ഒന്ന് കഴിച്ച്. അപ്പുറത്ത് തന്നെ മീൻ പിടിക്കുന്ന സ്ഥലവും മീൻ പിടിച്ചുകൊണ്ടിട്ട് വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് എല്ലാത്തിൻ്റെ വില ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ഞണ്ടിനെയാണ് കാണുന്നത്, അതും കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം ആ മീൻ പിടിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവർക്ക് കുറച്ച് കൗതുകം ഉള്ളതുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി നോക്കി. കാരണം ഇവന് മീനുകളെ ഭയങ്കര ഇഷ്ടമാണ്. തോട്ടി കിടക്കുന്ന മീനെ വീട്ടിൽ കൊണ്ടിട്ട് കൊല്ലുക, അതൊക്കെയാണ് ഇവൻ്റെ മെയിൻ ഹോബീസ്. ഉച്ച സമയമുണ്ട് അവിടെ കറങ്ങി നടക്കാൻ അത്ര സുഖമുള്ള പരിപാടിയല്ലായിരുന്നു, കാരണം നല്ല വെയിലുണ്ട്. ഇവിടെ ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂർ വന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പോഴാണ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് മാതിരി ഒരു സാധനം, അതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല, അവിടെ അങ്കിൾ അത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട്. എന്തുമല്ലേ ഇത് കൊള്ളാം, ഒരു വെറൈറ്റി സാധനം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൻ്റെ സൈഡിലൊക്കെ കറങ്ങി നടന്നിട്ട് പിന്നെ റൂമിലോട്ട് പോകാമെന്ന് വെച്ചു. റൂമല്ല, അത് ആക്ച്വലി ഒരു വീടാണ്. വീട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വേറൊരു വീട് പോലെ സെറ്റ് ചെയ്തേക്കുന്നത്. മൊത്തം അത് 3 നില. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വീട്ടിലെ ശരിക്കും വീട്ടുകാർ ഏറ്റവും താഴത്തെ നില താമസിക്കുന്നതിൻ്റെ മുകളിലത്തെ 2 നില വേറൊരു വീട് പോലെ. അതിനകത്ത് കിച്ചണുണ്ട്, ബാത്റൂം, 2 റൂം, ബെഡ്, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അത് ബാക്കിയുള്ളവർക്ക് റെൻറ്റിന് കൊടുത്തേക്കുന്ന പോലൊരു സംഭവമായിരുന്നു. നമുക്ക് ഏറ്റവും മുകളിലത്തെ സ്പേസ് ആയിരുന്നു കിട്ടിയത്. വന്നോടെ ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി. കാരണം ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. ഒരുത്തൻ കട്ടിലിൻ്റെ അടിയിലൊക്കെയാണ് കയറി കിടന്ന് ഉറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6-6:30 ആയപ്പോൾ എണീറ്റിട്ട് നമ്മൾ നേരെ ലുലുലോട്ട് പോയി. എവിടെയെങ്കിലുമൊക്കെ കറങ്ങണമല്ലോ, കാരണം വന്നിട്ട് സമയം വെറുതെ കളയാനും പറ്റത്തില്ല. പിറ്റേ ദിവസമാണ് ഫംഗ്ഷൻ. അത്രയും സമയം നമ്മൾ എങ്ങനെയെങ്കിലും ചിലവഴിക്കുകയും വേണം. അതുകൊണ്ട് നമ്മൾ ലുലുവിലൊക്കെ കുറേ നേരം കറങ്ങി. എന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലോട്ടാണ് പോയത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്മ എണീറ്റ് കുളിച്ച് ഒരുങ്ങിയ ഉടനെ പുറത്ത് ടെറസിൻ്റെ അവിടെ പോയി ചെടികളെ മൊത്തം നോക്കാൻ തുടങ്ങി. അയ്യോ, ഈ വീട്ടിലതില്ലല്ലോ, കുറച്ച് നമുക്ക് എടുത്തുകൊണ്ട് പോയാലോ എന്ന് വരെ ആലോചിച്ചു. ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ മെൻ്റലിസ്റ്റുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒരു 2 മണിയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്. വിനയ് ഫോർട്ടും വിനു മോഹനൊക്കെ ആയിരുന്നു ഗസ്റ്റ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി.